ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് പോകുന്നത് ബുക്കിറ്റ് ബാത്തോക്കിൽ ഒരു മെമ്മോറിയൽസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നടന്ന് ഇതിൻ്റെ എൻട്രൻസ് ഇതാണ് തോന്നുന്നത്, എനിക്കറിയത്തില്ല. വേറെയും എൻട്രൻസ് ഉണ്ട്, ആ മാപ്പിനകത്ത് കാണാം. അപ്പോൾ മെയിൻ എൻട്രൻസ് ആണോ എന്നറിയില്ല, ബാക്ക് സൈഡിലുള്ളതാണോ എന്നറിയില്ല. പിന്നെ നമ്മൾ ഈ വന്ന സ്ഥലത്തിനൊരു ചരിത്രമുണ്ട്. 1942 ഈ ദ്വീപിൽ, ഏത് സിംഗപ്പൂരിൽ നിന്ന് അറിയുന്ന ഈ ദ്വീപിൽ യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ ഈ ജാപ്പനീസ് സൈനികർ മരണപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സ്മാരകം ഈ ബുക്കിറ്റ് ബാത്തോക്ക് ഹിൽസിൻ്റെ മേലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് നമ്മൾ പറഞ്ഞ മെമ്മോറിയൽസ് എന്ന് പറഞ്ഞിട്ട് ഉള്ളത്. ഇത് ഈ ടവറും കാര്യങ്ങളും ഞാൻ കാണണമെന്ന് പറഞ്ഞില്ലേ, അത് അന്ന് അവർ ചെയ്തിട്ടുള്ളതാണ്. ഇവരുടെ സ്മാരകമാണ്. അത് നമുക്ക് പോയാൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഞാനിങ്ങോട്ട് ഇത് മേലേക്കുള്ളൊരു ഇത് കയറി വന്നതാണ്. ഇവിടെ എന്താണെന്നറിയില്ല. ഇത് കണ്ടോ, നമുക്ക് പോകേണ്ടത് എഴുതിയിട്ടുണ്ട് അവിടെ മെമ്മോറിയലിന്. WW2 മെമ്മോറിയൽ. എനിക്കറിയില്ല. ഈ സൈഡിലേക്ക് ടോയ്ലറ്റ്, അവിടെ വേറൊരു പാർക്കുണ്ട്. ഈ സംഭവം ഭയങ്കര കട്ട ഫോറസ്റ്റ് മാതിരി കേട്ടോ. അത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കോഴിയാണ് തോന്നുന്നു, കാട്ടുകോഴിയാണ് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല എന്താണ്. ഇതുപോലൊരു ഫോറസ്റ്റ് എന്തായാലും സിംഗപ്പൂര് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല, ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ഉണ്ടെന്ന്. സിംഗപ്പൂർ എന്ന് പറയുമ്പോൾ വലിയ സെറ്റപ്പ് ബിൽഡിങ് കാര്യങ്ങളൊക്കെ അല്ലേ. ഞാനിങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നു വരുന്ന വഴിക്കുണ്ട് ഈ സൈഡിൽ കുറച്ച് കുരങ്ങന്മാർ. അപ്പോൾ അത് ഇവിടെ എൻ്റെ കൂട്ടത്തിൽ ഒരു 4-5 പേര്, 2-3 പേര് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ ബാക്കിലാണ് വന്നത്. അവരെ നിർത്തി ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ ആയിരുന്നു. ഞാനും കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി. ഈ 2 സൈഡിലുണ്ട്, ഈ ഫോറസ്റ്റിൻ്റെ ഈ സൈഡിലുമായിട്ട് കുരങ്ങന്മാരുണ്ട്. പിന്നെ നമ്മൾ ഒന്നാമത്തെ കേസായിട്ട് കുരങ്ങന്മാർ ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ഫോണ്, അതേപോലെ പേഴ്സ്, കയ്യിലുള്ള സാധനങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് കിടക്കുന്നത് സേഫ് അല്ല എന്നാണ്. നമ്മളിത്ര കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നെങ്കിലും ഇത്രയൊരു മനോഹരമായിട്ടുള്ള വ്യൂ എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഒരു കാടിൻ്റെ നടുക്ക്, ചുറ്റിനും കാട്, അതിൻ്റെ നടുക്ക് ഒരു ചെറിയൊരു വീട് പോലത്തെ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഇതെല്ലാം ഗവൺമെൻറ്റാണ് ചെയ്തേക്കുന്നത്. പക്ഷെ ഭയങ്കര അടിപൊളി. ആ പച്ചപ്പും കാര്യങ്ങളും, അതിൻ്റെ ചുറ്റിനും ഫുള്ള് നടക്കാനുള്ള, നമ്മളിപ്പോൾ നടന്നു വന്ന പോലെയുള്ള സെറ്റപ്പും കാര്യങ്ങളും ഉണ്ട്. എന്നാ അടിപൊളിയാണ് സ്ഥലം. ഇതെന്തായാലും കൊള്ളാം കേട്ടോ. ഇവിടം വരെ നമുക്ക് വന്നിട്ട് ഇത്രയും ഇതുപോലത്തെ ഒരു വ്യൂ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഞാൻ വിചാരിച്ചു ഫുള്ള് ഈ കുന്നും മലയും അങ്ങനത്തെ ഒരു സെറ്റപ്പ് പോലെ ഫുള്ള് ഈ കാടിനുള്ളിൽ കൂടി ഈ ചെറിയ വഴിയിൽ നിന്നാണ് വിചാരിച്ച് നടന്നു വന്നത്. പക്ഷേ ഇവിടെ അങ്ങ് എത്തി, ഇതങ്ങ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അടിപൊളിയായി, നല്ല രസമുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ? നമ്മുടെ നാട്ടിൽ കഫേയിലും അതേപോലെ റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ ഉള്ളിലുള്ള നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ആ സെറ്റപ്പ് കൊള്ളാല്ലേ. ഫോറസ്റ്റിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് നമുക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കൊള്ളാം. എന്തായാലും നല്ല പരിപാടി. അവിടെ മുന്നിൽ കുറച്ച് ടീംസ് ഉണ്ട് കേട്ടോ. അതിൽ ഒരുത്തനെ ആ റോട്ടിൽ നിന്ന് ഈ വെള്ളം ഒഴുകുന്നുണ്ട്, അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. മുന്നിലാണെങ്കിൽ ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട്, നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ.
അതിനകത്ത് നെറ്റിപ്പൊട്ടണം തോന്നുന്നു. ഇത് കണ്ടോ, ഇതിനകത്ത് നമ്മുടെ നാട്ടിലെ നെറ്റിപ്പൊട്ടനുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ മീനുകൾ കേട്ടോ, ചെറിയ ചെറിയ മീനുകളുണ്ട്. എൻ്റെ നാട്ടിൽ നെറ്റിപ്പൊട്ടൻ എന്നാണ് പറയുക. ബാക്കിയുള്ള നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണുള്ളതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. റൈറ്റിലേക്ക് ഒരു വഴി കാണുന്നുണ്ട്. സ്ട്രെയിറ്റ് ടാറിങ് റോഡും ഉണ്ട്. ഓ സോറി, ലെഫ്റ്റിലേക്ക് പറഞ്ഞ മാറിപ്പോയി. അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ എല്ലാം കൂടെ. പക്ഷെ നല്ല രസമുള്ള സെറ്റപ്പാണ്. നമ്മളെ പിന്നെ ഇവിടെ നിന്നായിരുന്നു എൻട്രി ചെയ്ത് ഈ വഴി വന്നു. ബീൻ്റെ ഇവിടെ നിന്ന് ഇതിങ്ങനെ കയറി ഇതിലിങ്ങനെ വന്നു, ഈ വഴി എത്തി. ഇവിടെ നിന്ന് നമുക്ക് സ്ട്രെയിറ്റ് ആയിരുന്നു പോകേണ്ടത്. നമ്മൾ അതിൻ്റെ പകരം ഇങ്ങനെ വന്ന് കറങ്ങി ഇതിലെ നേരെ വന്ന് ഈ റോട്ടിലേക്ക് ഇറങ്ങി. ഇനി ഞാൻ തിരിച്ച് ഈ വഴി ഇങ്ങനെ ബാക്ക് പോയി ഈ വഴി ഇങ്ങനെ കയറി അതിലേക്ക് പിന്നെയും പോകണം. നമുക്ക് പറ്റിയ അബദ്ധമായി. ഞാൻ അവിടെ നിന്ന് മാപ്പ് നോക്കിയിട്ടില്ലായിരുന്നു, എനിക്കതാ പറ്റിപ്പോയത്. നമ്മളതിലെ കറങ്ങി ഇതിനി ഒന്നും കൂടെ ഒരു റൗണ്ടും കൂടെ കറങ്ങണം. ഇത് ഈ പാർക്കിൻ്റെ ഉള്ളിൽ കുറേ വഴികളുണ്ട്. നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട്, ആ വഴിക്ക് നടന്നു പോകണം. നമ്മൾ നേരത്തെ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടില്ലേ, ആ വഴിയാണ് ഇത്. താഴേന്ന് കയറി പോകേണ്ട വഴി കേട്ടോ ഇതിനി ഈ വഴി കയറി പോയിട്ട് വേണം നമുക്ക് അവിടെ എത്താൻ. ഇതാണെങ്കിൽ അത്യാവശ്യം നല്ല കയറ്റം ഉണ്ടെന്നേ, നോക്കിയാൽ കാണാം. അതെന്താ സാധനം നിങ്ങൾ കാണുന്നുണ്ടോ? അതിനകത്തൊരു ജമ്പോ ഉടുമ്പുണ്ടെന്നേ അവിടെ. നമ്മളിപ്പോൾ അവിടെ നിന്ന് പിന്നെ ഒരു ഉടുമ്പിനെ കണ്ടായിരുന്നു എന്നേ. അതിനെ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി പോകുന്നത്. സംഭവം ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ, ഫ്രണ്ടിൽ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി. ഞാനാണെങ്കിലേ അവിടെ നിന്ന് നടന്നു വന്നപ്പോൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കൺഫ്യൂഷനായിട്ടോ. ഞാൻ മാപ്പ് നോക്കിയിട്ടും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചുറ്റിനും നോക്കുമ്പോൾ ഈ കാട് മാത്രമേ കാണുന്നുള്ളൂ, വേറൊന്നുമില്ല. ബോർഡോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ക്രോസിലൊരു പിന്നെ ചേച്ചി നടന്നു വരുന്നുണ്ടായിരുന്നു. ആ ചേച്ചിനോട് ഞാൻ ചോദിച്ചു, ചേച്ചി എയിലാണ് പോകേണ്ടതെന്ന്. പുള്ളിക്കാരി തമിഴാണ്. അപ്പം ഞാൻ തമിഴിൽ ചോദിച്ചായിരുന്നു പുള്ളിക്കാരിനോട് എയിലെ പോകേണ്ടതെന്ന്. പറഞ്ഞു ഞാൻ പോകേണ്ടത് അതിലെ നേരെയുള്ളൊരു വഴിയായിരുന്നു, ആ വഴി ക്ലോസ് ചെയ്ത് വെച്ചേക്കുക മോൻ, അതിലെ പോകണ്ട, ഇതിലെ നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്കൊരു വഴിയുണ്ട്, ആ വഴി പോകാൻ പറ്റുമെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഇനി ആ വഴി പോയി നോക്കണം. ഇതിപ്പോൾ മനസ്സിലായോ എവിടെയാണ്? നമ്മൾ നേരത്തെ ഇതിലെയാണ് നടന്നു വന്നത്. ഞാനപ്പോൾ കറങ്ങിത്തിരിഞ്ഞ് ഞാൻ നേരത്തെ നടന്നു വന്ന സ്ഥലത്തെത്തി. ഇനി എനിക്കിതിലെ നടന്ന് തിരിച്ച് അങ്ങോട്ട് പോയി, എനിക്ക് തോന്നുന്നു നേരത്തെ അവിടെ നിന്ന് തിരിഞ്ഞൊരു വഴിയുണ്ട്, ആ വഴിയിൽ നിന്ന് സ്ട്രെയിറ്റ് പോകണം. ചേടാ, ഇതിപ്പോൾ നമ്മൾ നേരത്തെ വന്ന വഴിയിൽ തന്നെ തിരിച്ച് നടന്ന് മൊത്തത്തിൽ ഉപ്പാടല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഞാൻ നല്ലോണം നടക്കാനുണ്ടായിരുന്നു. തിരിച്ചിട്ട് ഇങ്ങോട്ടെത്തിയത് രാവിലെ ആണെങ്കിൽ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കാണ്ടാണ് ഞാൻ ഇറങ്ങിയത്. അത് ഭയങ്കര മണ്ടത്തരായിപ്പോയി. രാവിലെ ചായ കുടിച്ചു, പക്ഷേ ഫുഡ് കഴിച്ചില്ല. ചായ കുടിച്ചു, ഏത് സ്നാക്സ് ഉണ്ടായിരുന്നു അതും കഴിച്ചു, അല്ലാണ്ട് വേറൊന്നും കഴിച്ചില്ല. പക്ഷേ ഇപ്പോൾ വിശക്കാൻ തുടങ്ങി. ഇപ്പോൾ സമയം 12:30 ഞാനിവിടുന്ന് ഇത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു എത്തുമ്പോഴത്തേക്ക് 3:30-4 മണിയാവും. താഴേക്കൂടെ ഒരു വഴി കാണുന്നുണ്ടോ? ആ വഴിയാണ് നമുക്ക് പോകേണ്ടത്. അതാ കാണുന്ന ആ സ്ട്രെയിറ്റ് വഴി. നമ്മൾ അവിടെ നിന്ന് അതിലെ ആ വഴി ഇങ്ങോട്ട് കയറി പോന്നു. നേരത്തെ അവിടെ ബീന്ന് കണ്ടൊരു പിന്നെ
ഇത് ഈ അല്ലേ, ഈ എന്ന് പറയുന്ന ഒരു ടെൻറ്റ് പോലത്തെ ഒരു വീട് പോലത്തെ ഒരു സെറ്റപ്പ് ഇല്ലേ ഇരിക്കാനൊക്കെ ഉള്ള, അതിൻ്റെ തന്നെ ആ സൈഡിൽ ഒരു ബി ഉണ്ട്. ആ ബീൻ്റെ അവിടെ നിന്ന് താഴേക്കുള്ള വഴിയായിരുന്നു നമുക്ക് പോകേണ്ടത്. എനിക്ക് പക്ഷേ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത കാരണം ഞാൻ എന്താക്കി, വഴി കൊള്ളാം എന്ന രീതിയിൽ ഞാനങ്ങ് കയറിപ്പോന്നു. ഭയങ്കര മണ്ടത്തരായിപ്പോയി അത്. ഞാനിവിടെ നോക്കിയപ്പോഴേ അവിടെ ഒരു പിന്നെ സ്ത്രീനെ കണ്ടോ, ഒരു ഇപ്പം മതാമകാരി എങ്ങാണ്ട് തോന്നുന്നു, എനിക്കറിയാൻ പാടില്ല. ആ പുള്ളിക്കാരി അവിടെ കാണുന്ന ആ ഇലയില്ലേ, ഇലയെടുത്ത് മുഖത്ത് വെച്ചുകൊണ്ടിരിക്കുക. എനിക്ക് എന്താ സംഭവം മനസ്സിലായില്ല. ഞാനൊന്ന് ജസ്റ്റ് നോക്കിയിരുന്നു. പുള്ളിക്കാരി എടുത്ത് മുഖത്ത് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കുക. ഏത് പറിക്കുന്നൊന്നുമില്ല, ഇല പൊട്ടിച്ചെടുക്കുന്നില്ല. പൊട്ടിച്ചെടുക്കാണ്ട് നേരെ എടുത്ത് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ പൊത്തി വെക്കുക. എന്നിട്ട് അതേപോലെ ആ ഇല വിടുക. എന്താ എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവം. ഞാൻ നേരത്തെ ഒരു ചേച്ചിനെ കണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ചേച്ചിനെ പിന്നെയും ഇവിടുന്ന് കണ്ട് പുള്ളിക്കാരി എന്നോട് പറഞ്ഞു ഇവിടെയും ക്ലോസ് ചെയ്ത് വെച്ചേക്കുക, ഇതിലെല്ലാം റോഡിൻ്റെ പുറത്തുകൂടെ പോകണമെന്ന്. അയ്യോ, ഇതിലാകെ ഞാൻ പെട്ടുപോയിനെ. റോഡിൻ്റെ പുറത്തുകൂടെ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇറങ്ങിയ സ്ഥലമുണ്ട്, ആ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയിൽ വേണം പോകാൻ. ഇതിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു തടാകം ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ തടാകത്തിൽ പോയി കാണാം. അവിടെ നിന്നുള്ള വഴി ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണെന്നാണ് പറഞ്ഞത്. ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല എന്ന്. അതിപ്പോൾ എന്തായാലും ഇവിടം വരെ വന്നല്ലേ, നമുക്ക് ആ തടാകത്തിലൊന്ന് പോയിട്ട് വരാം. എനിക്കാണെങ്കിൽ എൻ്റെ ഗോപ്രോയിൽ ചാർജ് കുറവാണ്. ഞാനപ്പോൾ റൂമിൽ നിന്ന് നോക്കിയപ്പോൾ അടുത്താണ്, ചെറിയൊരു സെറ്റപ്പാണ്, വേഗം പോയിട്ട് വരാമെന്നുള്ള രീതിയിലാണ് കണ്ടത്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ, അത് ഷൂട്ട് ചെയ്ത് തീർത്ത് വേഗം വരാം എന്ന രീതിയിലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അത്യാവശ്യമുണ്ട്. എനിക്കിത് മൊത്തം ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. ഇതിൽ ഉള്ള ചാർജ് വെച്ചിട്ട് പറ്റുന്ന പോലെ എല്ലാം ഷൂട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ആ ചേച്ചി പറഞ്ഞ പിന്നെ ലേക്കുള്ള ഒരു പാറമട സെറ്റപ്പ് പോലെ എനിക്ക് കണ്ടിട്ട് തോന്നണത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഒരു ജംബോ സാധനം, ജംബോ ഉടുമ്പ്, അവനെ മെല്ലനെ അങ്ങ് നടന്നു പോവുക ആശാൻ റോഡിൽ കൂടെ. ഇതിൻ്റെ ഉള്ളിൽ മീനുകളുണ്ട് കേട്ടോ. നമ്മൾ വലിയ സെറ്റപ്പൊന്നും ഇല്ല, എന്നാലും ഒരു പാറമട സെറ്റപ്പ്. വെള്ളമുണ്ട്, നല്ല വെള്ളമാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല ഇത് കാണാൻ. ഇവിടെ കണ്ടോ പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യം, അങ്ങനെയുള്ള അതുപോലെ നമുക്കവിടെ റെസ്റ്റ് ചെയ്യാനും അതേപോലെ വ്യായാമം വർക്കൗട്ട് ചെയ്യാനുള്ള സെറ്റപ്പും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള, ഇത് മാനുവലായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ എല്ലാ സൗകര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനിയിപ്പം ഞാൻ ഈ കാണുന്ന വഴിയുണ്ടോ, ഇതിലെ മൊത്തം ഇനി നടന്ന് തിരിച്ച് പോയിട്ട് നമ്മൾ അങ്ങ് ആ എൻഡുണ്ട്, ആ എൻഡിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കയറുന്ന ഒരു വഴിയുണ്ട്. അതിലാണ് നമ്മൾ നേരത്തെ കയറിപ്പോയത്. ഇനിയിപ്പോൾ ഞാനിനി അതിൻ്റെ പുറത്തു കൂടെ റോട്ടിലിറങ്ങി റോട്ടിൽ കൂടെ ചുറ്റിപ്പോണം. ഇത് ഈ റോഡിൻ്റെ ഈ ഫോറസ്റ്റിൻ്റെ ഔട്ടറിൽ കൂടെ നടന്നു പോകണം, എന്നാലേ എനിക്ക് അപ്പുറത്തെ സൈഡിലെത്താൻ പറ്റുള്ളൂ. ഇവിടെ പണി നടക്കുന്ന കാരണം ഇവിടുന്ന് സ്റ്റെയറാണ്, മൊത്തം നടന്ന് കയറാനുള്ള സെറ്റപ്പ്. ഈ ഹില്ലിൻ്റെ മേലേക്ക്, മലേൻ്റെ മേലേക്ക് കയറി പോകാൻ, ആ ടവറുള്ള വഴിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പണി നടക്കുന്ന കാരണം ക്ലോസ് ചെയ്തേക്കും. എനിക്ക് അതിലെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിനി ഇത് മൊത്തം തിരിച്ച് നടക്കണം. ഞാനിപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള വഴികളിൽ കൂടെയൊക്കെ ഏകദേശം മൊത്തം നടന്നു തീർന്നു. ഈ വഴി കണ്ടോ, നമ്മൾ നേരത്തെ ഇവിടെ വന്ന് എൻട്രി ചെയ്തപ്പോൾ പോയ വഴിയാണ് ഈ വഴി. ഇതിനി ഞാൻ പുറത്തിറങ്ങി എനിക്ക് പുറത്തിറങ്ങി വേണം നടന്നു പോകാൻ.
ഇതിപ്പോൾ എവിടെയാണെന്ന് മനസ്സിലായോ? നമ്മൾ നേരത്തെ വന്നില്ലേ, നേരത്തെ വന്ന് നമ്മൾ തിരിച്ച് ഈ വഴിയാണ് നമ്മൾ നേരത്തെ പോയത്. ഇതിപ്പോൾ നമ്മൾ വന്ന വഴി കൂടെ തന്നെ ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ നടന്ന് ഈ പാർക്കിൻ്റെ മെയിൻ എൻട്രൻസ് ആയ ഇവിടെ ഇപ്പോൾ നേച്ചർ പാർക്ക് എന്ന് പറഞ്ഞ ബോർഡ് എഴുതിയിട്ടുണ്ട്. ഏത് ബുക്കിറ്റ് ബാത്തോക്ക് നേച്ചർ പാർക്ക്. ഇനി ഇവിടുന്ന് നമുക്ക് മേലേക്ക് ഏത് കയറി പോകണം. അവിടെ കണ്ടോ പിന്നെ മരം കട്ട് ചെയ്യുന്ന ഇവർ വണ്ടിയിൽ വന്ന് മരം കട്ട് ചെയ്ത് വണ്ടിയിൽ തന്നെ കയറ്റി ഇവർ കൊണ്ടുപോവുക. വണ്ടിയിൽ തന്നെ എല്ലാ സെറ്റപ്പും. നമ്മുടെ അവിടെ വെട്ടി റൂട്ടിലിടുന്ന പരിപാടിയൊന്നുമില്ല. എല്ലാം അപ്പം തന്നെ കയറ്റി അപ്പം തന്നെ സെറ്റാക്കി കൊണ്ടുപോവുക. എന്താല്ലേ, കുടിക്കാൻ കുടിവെള്ളമില്ല. എൻ്റെ ബോട്ടിൽ വെള്ളം കഴിഞ്ഞു. താഴെയാണെങ്കിൽ നമുക്ക് വെള്ളം മേടിക്കാമെന്ന് വെച്ചപ്പോൾ വെള്ളം മേടിക്കാനുള്ള സെറ്റപ്പൊന്നും ഞാൻ കണ്ടില്ല. നടന്ന് വന്ന വഴിക്കുമില്ല. ഇനി മേലെ പോയി നോക്കട്ടെ എന്താ സ്ഥിതി എന്നറിയില്ല. ഇതുണ്ട് ഈ കയറ്റം മൊത്തം നടന്ന് കയറണ്ടേ എൻ്റെ പൊന്നോ. നോക്കിക്ക് എന്നാ വെയിലെന്ന. സൂര്യനാണെങ്കിൽ തലയ്ക്ക് മേലെ നിൽക്കുക. അതുകൊണ്ട് എൻ്റെ നിഴൽ കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടം വരെ കഷ്ടപ്പെട്ട് കയറി വന്നിട്ട് ഇതാണ് ഇതിൻ്റെ എൻഡ്. ഒന്നുമില്ല. ഇവിടെ ഈ കാണുന്ന ചക്കയും ഈ കാണുന്ന ടവറും ഉള്ളൂ. പക്ഷെ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ വേറൊരു ടവർ കാണിച്ചായിരുന്നു. അതെനിക്ക് എവിടെയാണെന്നറിയില്ല. എനിക്ക് തോന്നുന്നത് അതിൻ്റെ സ്മാരകമായിട്ടായിരിക്കും. താഴെ ഒരു ബൈബിൾ രൂപത്തിലൊരു പിന്നെ ഏതോ കല്ലിൽ കൊത്തിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അതായിരിക്കണം. നമ്മളാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ കയറി വന്നിട്ട് ഇത് മൊത്തം ക്ലോസ് ചെയ്തിരിക്കുകയെന്നേ. അയ്യോ, ഒന്നാമത്തെ കേസായിട്ട് കുടിവെള്ളവും ഇല്ല. മൊത്തത്തിൽ പെട്ട അവസ്ഥയിൽ. അതും താഴേന്ന് ഇവിടം വരെ. അത് നല്ല സ്റ്റെയർ കയറി വരാണ്ട്, നല്ലോണം കയറി വരാണ്ട് ഇങ്ങോട്ട്. ഞാൻ ഗോപ്രോയിൽ ചാർജ് ഇല്ലാത്ത കാരണമാണ് ഈ ഫുട്ടേജൊന്നും ഞാൻ എടുക്കാത്ത കേട്ടോ. ഇവിടെ നീ കയറി പോണേ. ഈ ടവറില്ലേ, ഈ ടവറിൻ്റെ ഇങ്ങോട്ട് മേലേക്ക് അലൗഡ് അല്ല കേട്ടോ. എന്നോട് പറഞ്ഞു അവിടെ ഫുട്ടേജും എടുക്കാൻ പാടില്ലാന്ന്. അവിടെ ഇവരുടെ ആർമി ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അവർ വന്നിട്ട് എന്നോട് സംസാരിച്ച് പറഞ്ഞു ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ആ ടവറിൻ്റെ ഏരിയയിലും അവിടെ നിന്ന് മേലേക്കും എടുക്കാൻ പറ്റത്തില്ല. ഇവിടുന്ന് താഴേക്ക് പോകാം. ഇപ്പുറത്തേക്ക് ഒരു വഴിയുണ്ട്, ആ വഴി പൊക്കോളാനാണ് പറഞ്ഞത്. അവിടെ താഴേക്ക് നിങ്ങൾക്ക് പിന്നെ ഷൂട്ട് ചെയ്യാം, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇവിടുന്ന് മേലേക്ക് പറ്റത്തില്ല. കണ്ടിട്ട് അവരുടെ യൂണിഫോം എന്തോ ഒരു മാറ്റമുണ്ട്. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കാനും നിന്നില്ല. എന്തോ ഒരു യൂണിഫോമിന് മാറ്റമുണ്ട്. എന്തായാലും അത് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി എന്തായാലും ഇനി വീഡിയോ എടുക്കാനൊന്നും നിൽക്കുന്നില്ല. എൻ്റെ പിന്നെ ഗോപ്രോയിലെ ചാർജും കാര്യങ്ങളെല്ലാം ഏകദേശം തീരുമാനമായി. 10% ഉള്ളൂ. ഇപ്പോൾ ഇത് ഓഫാവുമെന്നാണ് തോന്നുന്നത്. എൻ്റെ കയ്യിലാണെങ്കിൽ ചാർജർ ഇല്ലല്ലോ. ഇനി റൂമിലെത്തണം. ഇപ്പം തന്നെ സമയം 3:30 എനിക്കിനി റൂമിലെത്തണം. മഴ പെയ്യുമെന്നറിയില്ല. കുട എടുത്തിട്ടില്ല, ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല. ഇനി അവിടം വരെ നടന്നെത്തണ്ടേ. എന്തായാലും ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. എന്തായാലും ഓക്കെ, ബായ്. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു നല്ല പാർക്കോ കാര്യങ്ങൾ, ഞാൻ പാർക്കിൻ്റെ ആയിരിക്കും മിക്കവാറും അടുത്ത് ചെയ്യുക. പാർക്കിൻ്റെയോ അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ലിറ്റിൽ ഇന്ത്യ ചെയ്യുമെന്ന്. പക്ഷേ എനിക്ക് ലിറ്റിൽ ഇന്ത്യ ചെയ്യുന്നതിനെക്കാട്ടും അത് പിന്നെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ വീഡിയോസ് ഉണ്ട് ലിറ്റിൽ ഇന്ത്യേൻ്റെ. ഞാനപ്പോൾ ഇതിങ്ങനെ കാണാത്ത കുറച്ച് വിഷ്വലായിട്ട് ഞാൻ അടുത്ത് വരാം. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണാം. ഓക്കെ, ബായ്.